ചിരിയുടെ പൂത്തിരി സൃഷ്ടിക്കുക എല്ലാ സംവിധായകർക്കും സാധിക്കുന്ന കാര്യമല്ല. അത് നിരവധി തവണ അനായാസം സൃഷ്ടിച്ച സംവിധായകനായിരുന്നു ഷാഫി. സംവിധായകൻ സിദ്ദിഖിന്റെ അനന്തരവനായ റാഫിയുടെ അനുജനായ ഷാഫിക്ക് സിനിമയിലേക്കുള്ള എൻട്രി എളുപ്പമായിരുന്നു. എന്നാൽ ജനങ്ങളുമായി തന്റെ സിനിമകൾ സൃഷ്ടിച്ച കണക്ഷനും അവ ഉണ്ടാക്കിയ ഓളവുമൊക്കെ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയുടെ അടയാളങ്ങളായിരുന്നു. മലയാളത്തിൽ കോമഡി സിനിമകൾക്ക് പുതിയ ഭാവുകത്വം നൽകിയ സംവിധായകരായിരുന്നു സിദ്ദിഖും ലാലും. അവരുടെ ലക്ഷണമൊത്ത തുടർച്ചക്കാരായിരുന്നു റാഫി മെക്കാട്ടിനും ഷാഫിയും. സിദ്ദിഖ് ലാൽ, റാഫി മെക്കാട്ടിൻ, രാജസേനൻ എന്നിവരുടെ അസിസ്റ്റന്റ് ആയിക്കൊണ്ടായിരുന്നു ഷാഫിയുടെ സിനിമാ പ്രവേശനം. എല്ലാവരും കോമഡി സിനിമകൾ കൊണ്ട് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച സംവിധായകർ. ആ വഴി തന്നെ തിരഞ്ഞെടുക്കാൻ ഷാഫിക്ക് ആശയക്കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2001 പുറത്തെത്തിയ വൺ മാൻ ഷോയിലൂടെ സംവിധായകനായി അദ്ദേഹം അരങ്ങേറി. മികച്ച വിജയവും നേടി ഈ ചിത്രം. ഒരു സംവിധായകനെ സിനിമാ ലോകം വിലയിരുത്തുക അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രം നോക്കിയാകും. കരിയറിലെ ഏറ്റവും മികച്ച വിജയങ്ങളിൽ ഒന്ന് സ്വന്തമാക്കിക്കൊണ്ട് മലയാള സിനിമയിലെ ശ്രദ്ധേയ സംവിധായകരുടെ നിരയിലേക്ക് ഷാഫി കസേര വലിച്ചിട്ട് ഇരുന്നു. മലയാളികളുടെ നിത്യജീവിതത്തിൽ ഇന്നും റഫറൻസുകൾ സൃഷ്ടിക്കുന്ന ചിത്രം കല്യാണരാമനായിരുന്നു അത്. 2 ചിത്രങ്ങൾ വിജയിച്ചതോടെ ഷാഫി ഒരു ബ്രാൻഡായി മാറി. പരാജയങ്ങൾ അറിയാതെ തുടർച്ചയായി 6 സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. മലയാളത്തിൽ അപൂർവ നേട്ടമാണിത്. വൺ മാൻ ഷോ, കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, ചോക്ലേറ്റ് എന്നിവയാണ് ആ ചിത്രങ്ങൾ. പരാജയങ്ങൾക്ക് ശേഷം എപ്പോഴും വലിയ വിജയങ്ങളുമായി തിരിച്ചു വന്ന സംവിധായകനുമായിരുന്നു അദ്ദേഹം. മേരിക്കുണ്ടൊരു കുഞ്ഞാടും, 2 കൺട്രീസും ഒക്കെ അത്തരം തിരിച്ചുവരവുകളായിരുന്നു. ഒപ്പം പ്രവർത്തിച്ച സംവിധായകരുടെ സെറ്റിൽ കണ്ട പല മികവുകളും സ്വന്തം വർക്ക് സ്പേസിലും അദ്ദേഹം കൊണ്ടുവന്നു. ചെയ്യുന്നത് കോമഡിയാണെന്ന ബോധ്യത്തിൽ കൂടുതൽ മികച്ച നിർദ്ദേശം ആരിൽ നിന്ന് വന്നാലും അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അതിനാൽ തന്നെ തിരക്കഥകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചവയായി അതിലെ തമാശകൾ സ്ക്രീനിൽ എത്തിയപ്പോൾ അഭിനേതാക്കൾക്ക് ഇംപ്രവൈസ് ചെയ്യാൻ എപ്പോഴും സ്പേസ് കൊടുത്തിരുന്നതിനാലാണ് അദ്ദേഹത്തിന്റെ സിനിമകളിലെ പല രംഗങ്ങളും ഇന്നും നമ്മെ ചിരിപ്പിക്കുന്നത്. തിരക്കഥ വായിക്കുമ്പോഴും പിന്നീട് ചിത്രീകരിക്കുമ്പോഴും ഒക്കെ ഷൂട്ടിംഗ് സെറ്റുകളിൽ തന്നെ തുടങ്ങിയ ചിരിയുടെ ഒരു ഭാഗമാണ് തിയേറ്ററുകളിൽ നാം അനുഭവിച്ചത്. ചെയ്യാൻ ഇനിയും ആശയങ്ങൾ ബാക്കിവെച്ചാണ് മലയാളികളെ ഏറെ ചിരിപ്പിച്ച ഒരു സംവിധായകൻ വിട വാങ്ങിയിരിക്കുന്നത്. സംവിധായകൻ ഷാഫിക്ക് ആദരാഞ്ജലികൾ.